കാരുണ്യവാനും സ്നേഹവാനും പരിശുദ്ധനുമായ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. കാലത്ത് തന്നെ ഞങ്ങൾ നിൻ്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലം ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. ദൈവമായ കർത്താവേ, പ്രഭാതത്തിൽ അവിടുത്തെ കരുണ ഞങ്ങളുടെ നിറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആയുഷ്കാലം മുഴുവൻ ഏറ്റവും ആനന്ദവും ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിതം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ, ആസ്വദിക്കുവാൻ കഴിയും. അവിടുന്ന് ഞങ്ങളെ കൃപ കൊണ്ട് നിറയ്ക്കണമേ, ദയ കൊണ്ട് നിറയ്ക്കണമേ. സർവശക്തനായ ദൈവമേ, യാത്രയിൽ കൂടിയിരിക്കണം, ജോലി കാര്യങ്ങളിൽ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനം അനുഗ്രഹിക്കപ്പെടണം. കൂടുതൽ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. പ്രത്യേകിച്ച് പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ മക്കളെയും ഇവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവമേ, പ്രത്യേകിച്ച് മാനസികമായും ശാരീരികമായും വേദന അനുഭവിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളിച്ചത് സർവശക്തനായ ദൈവത്തിൻ്റെ കരുണ നിൻ്റെ മക്കളുടെ മേൽ ചൊരിയപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ ഇടയാകണം. വിവാഹം നടക്കാതെ ഭാരപ്പെടുന്ന മക്കളെ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗം കനിഞ്ഞ് നിൻ്റെ മക്കളെ അനുഗ്രഹിക്കുമാറാകണമേ. വീടില്ലാതെ ഭാരപ്പെടുന്നവർ, പണി ആരംഭിച്ചിട്ട് പൂർത്തിയാക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിൻ്റെ കരങ്ങളിൽ ഒന്നിനൊരു കുറവില്ലപ്പാ. നിൻ്റെ മക്കളെ ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് മാറാരോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, മുട്ടുവേദന, നടുവേദന, എല്ലാ രോഗികളും യേശു അപ്പൻ്റെ കരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിക്കുന്നു. പൂർണ്ണമായ സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകണമേ. ദൈവമായ കർത്താവെ, പ്രത്യേകിച്ച് നിൻ്റെ കുഞ്ഞുങ്ങൾ ഏത് ഭാരത്തോടുകൂടി നിൻ്റെ സന്നിധി നിൽക്കുന്നുവോ ആ വിഷയത്തിൻ്റെ മേൽ സ്വർഗം ഈ പ്രഭാതത്തിൽ ഇറങ്ങി വന്ന് ദയ കൊണ്ട് നിറച്ച്, കരുണ കൊണ്ട് നിറച്ച് അനുഗ്രഹിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.